യേശുവിന്റെ ജഡാവതരണം തന്നെ ദൈവത്തിന് നമ്മോടുള്ള കാരുണ്യമാണ്. കാരണം അവൻ ആരാണ്? അവൻ ദൈവത്തോട് സമൻ, അവൻ ദൈവമാണ്. അവൻ ദൈവത്തോട് ഉള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ, വേഷത്തിൽ വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി. ദാറ്റ് ഈസ്, അതൊരു അസാമാന്യമായ കാര്യം. നമ്മളോട് കർത്താവ് കാണിച്ച ഏറ്റവും വലിയ കാരുണ്യം അവന്റെ ജഡാവതരണമാണ്. ഏറ്റവും വലിയ കാരുണ്യം. ആ ജഡാവതരണം ചെയ്തപ്പോൾ തന്നെ ദൂതന്മാര് പിന്നെയും പറഞ്ഞു, എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, യഹൂദനായിട്ടാണ് ജനിക്കുന്നതെങ്കിൽ ഞങ്ങൾ ഹേരോദ രാജാവിന്റെ കൊട്ടാരം അങ്ങ് എയർ കണ്ടീഷൻ ചെയ്താലോ. എന്നെ പറഞ്ഞു, അതിന് ഞാൻ കൊട്ടാരത്തിലല്ലല്ലോ ജനിക്കുന്നത്, പിന്നെ ഞാൻ യോസഫ് എന്ന തച്ചന്റെ മകനായിട്ടാണ് ജനിക്കുന്നത്, എന്നാ പിന്നെ അയാളുടെ വീടങ്ങ് ചെയ്താലോ. എന്നെ പറഞ്ഞു, അതും വേണ്ട, കാര്യം ഞാൻ വീട്ടിലല്ല ജനിക്കുന്നത്, പിന്നെ എവിടാ? ഒരു പുൽത്തൊഴുത്തില്ല. ഹി വാസ് കമ്മിങ് ഡൗൺ ആൻഡ് ഡൗൺ ആൻഡ് ഡൗൺ ആൻഡ് ഡൗൺ ആൻഡ് ഡൗൺ. അതാണ് എംപ്റ്റിയിങ് എന്ന് പറയുന്നത്. എംപ്റ്റിയിങ്, ശൂന്യനാക്കി, ഒന്നുമല്ലാത്തവനാക്കി. ഒന്നുമല്ലാത്ത എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഭൂമിയിലുള്ള ഒരു മനുഷ്യനും അവന്റെ മുമ്പിൽ ചെന്നിട്ട് അവരുടെ ദുരിതം പറഞ്ഞിട്ട് ഇതൊന്നും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാകത്തില്ലെന്ന് പറയാൻ ഇടവരരുത്. നമ്മളൊക്കെ ഏതെങ്കിലും ഒരു വീട്ടിലെങ്കിലും, ആശുപത്രി ജനിച്ചവരുണ്ട്, മിക്കവരും ഒന്നും അല്ലെങ്കിൽ ഒരു വീട്ടിലെങ്കിലും ജനിച്ചതാണ്. പശുത്തൊഴുത്തിലൊന്നും ജനിച്ച ആരും ഉരുപ്പില്ലല്ലോ. ഇനി പശുത്തൊഴുത്തിൽ ജനിച്ച ഒരുത്തന് പോലും ചെന്ന് ദൈവത്തിന്റെ യേശുവിന്റെ അടുത്ത് എന്ന് പറയാൻ പറ്റത്തില്ല, കർത്താവേ എന്റെ അനുഭവം ഒന്നും നിനക്കുണ്ടായിട്ടില്ല, നിനക്കിതൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല എന്ന് പറയാൻ പറ്റത്തില്ല. അവനെല്ലാം മനസ്സിലാകും. ഭൂമിയിലെ ഏത് സാഹചര്യവും അവന് മനസ്സിലാകും. അതിനാണ് അവൻ തന്നെത്താൻ ഒഴിച്ചത്. വേഷത്തിൽ മനുഷ്യനായി ദാസരൂപമെടുത്ത് തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം. ഹി അണ്ടർസ്റ്റാൻഡ്സ് എവരിബഡി. അവൻ എല്ലാവരെയും മനസ്സിലാക്കുന്നു. ഞാൻ ജോണി എറിക്സനെ കുറിച്ച് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ ജോണി എറിക്സന്റെ ബുക്കിനകത്ത് ഞാൻ എഴുതിയ ഒരു സന്ദർഭം അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഒരുപക്ഷെ വായിച്ചു കാണും, നിങ്ങൾക്ക് വായിച്ചിട്ടുള്ള ബുക്കായിരിക്കും. ജോണി കംപ്ലീറ്റ്ലി പാരലൈസ്ഡ് ആണ്. ഒരിക്കൽ 16 വയസ്സുള്ളപ്പോൾ ഒരു നെക്ക് ബ്രേക്ക് ഉണ്ടായത്, ഒരു ഡൈവിംഗ് ആക്സിഡന്റിൽ നെക്ക് ബ്രേക്ക് ഉണ്ടായിട്ട് ക്വാഡ്രിപ്ലജിക് ആയിട്ട് ദ ഹോൾ ബോഡി ബിക്കെയിം പാരലൈസ്ഡ്. പാരലൈസ്ഡ് ആയും തന്നെയല്ല, ചലനശക്തി നഷ്ടപ്പെട്ടത് കൂടാതെ എന്താണ്, സ്പർശനശക്തി പോലും നഷ്ടപ്പെട്ടു പോയി. ഈവൻ ഒരു സർജറി നടത്താൻ അനസ്തേഷ്യ വേണ്ടി വന്നില്ല. അതുപോലെ അപ്പോൾ ഇവർക്ക് കൈ അനങ്ങത്തില്ല, കാലനങ്ങത്തില്ല, ഒരു സ്ട്രെച്ചറിൽ കിടക്കുകയാണ് ഫുൾ ടൈം. അവളുടെ സഹോദരി ജയ് ആണ് അവളെ നോക്കിക്കൊണ്ടിരുന്നത് കുറേ നാളുകൾ. അവൻ വൈകുന്നേരം ഫുഡെല്ലാം കൊടുത്ത് മുഖമെല്ലാം തുളച്ച് നല്ല നീറ്റാക്കി ക്ലീനാക്കി അവരെ നന്നായിട്ട് നോക്കി. എന്നിട്ട് രാത്രി 8 മണി 9 മണി ആകുമ്പോൾ അവൾ ജോണിയോട് പറയും, ജോണി ഗുഡ് നൈറ്റ്, ഐ വിൽ സ്ലീപ്പ് ഇൻ ദി അതർ റൂം, സീ യു ടുമോറോ മോർണിംഗ്. പിന്നെ ഈ ഒരു സ്ട്രെച്ചറിൽ ഇവള് ദ ഹോൾ നൈറ്റ് കിടക്കുകയാണ്. ഒരാളുടെ സഹായമില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കഴുത്ത് മാത്രമേ ഉള്ളൂ തിരിക്കാൻ പറ്റുന്നത്, കയ്യോ കാലോ ശരീരമോ ഒന്നും അനങ്ങാനൊന്നും പറ്റില്ല. ഉടനെ ഇവള് കർത്താവിനോട് പറയുന്ന ഒരു ഭാഗം ഞാൻ അതിനകത്ത് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. കർത്താവിനോട് ജോണി പറയാണ്, നോക്ക് എൻ്റെ അവസ്ഥ, ലോകത്തിൽ ആർക്കെങ്കിലും ഇങ്ങനെ ഒരു അവസ്ഥയുണ്ടോ എന്ന് എനിക്കറിയില്ല. എനിക്ക് അനങ്ങാൻ പറ്റുന്നില്ല, എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഇനി നാളെ രാവിലെ ജയ് വരണം എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ. ശരിക്കും എനിക്ക് കരച്ചിൽ വരുന്നുണ്ട്, പക്ഷെ കരയാൻ പോലും എനിക്ക് കഴിയുന്നില്ല. കാരണം കരഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മൂക്ക് ഒലിച്ചാൽ അതൊന്ന് തുടച്ചു തരാൻ ഇവിടെ ആരുമില്ല, എൻ്റെ കണ്ണുനീരൊന്നൊപ്പാൻ ആരുമില്ല. അങ്ങനത്തെ ഒരു സ്റ്റേജിലാണ് ഞാൻ. എൻ്റെ കയ്യും കാലും അനങ്ങത്തില്ല. അവൾ ആദ്യം പറയുന്നത് എനിക്ക് സൂയിസൈഡ് ചെയ്യാൻ പോലും കഴിയത്തില്ല, വല്ലാത്ത ഒരു സ്റ്റേജിലാണ് ഞാൻ. കരഞ്ഞാൽ എൻ്റെ കണ്ണുനീരൊന്നൊപ്പാൻ ആളില്ല, എൻ്റെ മൂക്കൊലിച്ച് വന്നു കഴിഞ്ഞാൽ അത് തുളയ്ക്കാൻ ആളില്ല. എന്നിട്ട് അവൾ പറഞ്ഞു, ഇതൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല, ഇതൊക്കെ പറഞ്ഞാൽ നിനക്ക് മനസ്സിലാകത്തില്ല. യേശുവിനോട് പറഞ്ഞു, ഇതൊക്കെ പറഞ്ഞാൽ നിനക്ക് മനസ്സിലാകത്തില്ല. ഉടനെ കർത്താവ് പറഞ്ഞു, ഇല്ല ജോനി, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് യു, എനിക്കിതിനെ മനസ്സിലാകും. എന്ന് ചോദിച്ചു, എങ്ങനെ? നീ എന്തെങ്കിലും പാരലൈസ്ഡ് ആയിട്ടുണ്ടോ? നീ പക്ഷപാത രോഗികളെ സൗഖ്യമാക്കിയെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ നീ എന്തെങ്കിലും പക്ഷപാത രോഗിയായി കിടന്നോ? എന്നെ കർത്താവ് പറഞ്ഞു, യെസ്. എവിടെ? കർത്താവ് പറഞ്ഞു, ഓൺ ദ ക്രോസ്. ക്രൂശിൽ എൻ്റെ കൈകാലുകൾ ആണിയടിക്കപ്പെട്ടു.
എൻ്റെ തലയിലെ മുൾക്കിരീടത്തിൽ നിന്ന് ഒഴുകി വരുന്ന ചോരയും പടയാളികൾ തുപ്പിയ തുപ്പലും അതൊഴുകി വരുമ്പോൾ അതൊന്ന് തുടച്ചു കളയാൻ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് കഴിയുമായിരുന്നില്ല. ഐ വാസ് പാരലൈസ്ഡ് ഓൺ ദ ക്രോസ്. കർത്താവിന് മനസ്സിലാകാത്തതായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒന്നുമില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഹി എംപ്റ്റീഡ് ഹിംസെൽഫ്. അവൻ ഇറങ്ങി 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 വന്നു. എന്തിനാണ്? നമ്മളെ ഉയർത്തി 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 കൊണ്ടുപോകാൻ. ഹല്ലേലൂയ. അതിനുവേണ്ടി അവൻ തന്നെ തന്നെ ശൂന്യനാക്കി എന്ന് എഴുതിയിരിക്കുന്നത്. തന്നെ തന്നെ ശൂന്യനാക്കി. ഹി എംപ്റ്റീഡ് ഹിംസെൽഫ്. ഇത് നമുക്ക്, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ, ഇത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും കഴിയില്ല. അവന്റെ ബീയിങ്ങിന്റെ പ്രത്യേകതകളൊന്നും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയില്ല. പക്ഷെ പലസ്തീനിൽ യേശു നടക്കുന്ന സമയത്ത് ഒരൊറ്റ വ്യക്തി പോലും നോർമൽ വേയിൽ ഒരു വ്യക്തിക്കും അറിയത്തില്ലായിരുന്നു എന്താ ഇവനാണ് ഭൂമിയെയും സകല ജരാചരങ്ങളെയും സൃഷ്ടിച്ച ഗ്രേറ്റ് ഐ ആം ഹു ഐ ആം എന്ന് പറഞ്ഞ യഹോവ തന്നെയാണ് ഈ പലസ്തീനിലൂടെ നടക്കുന്നതെന്നുള്ളത് ആളുകൾക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. നമ്മുടെ ഒരു ഫേമസ് പാട്ടുണ്ടല്ലോ, മേരി ഡിഡ് യു നോ എന്ന് പറയുന്ന പാട്ട്. അതിനകത്ത് പറയുന്ന വാക്കുകൾ വളരെ രസകരമായ രീതിയിൽ, മേരി ഡിഡ് യു നോ that your baby boy will one day walk on water. Mary, did you know that your baby boy will save our sons and daughters? Did you know that your baby boy has come to make you new? The child that you delivered will soon deliver you. Mary, did you know? നിനക്കറിയാമായിരുന്നോ നീ പ്രസവിച്ച, നീ ഡെലിവർ ചെയ്ത കുട്ടി നിന്നെ ഡെലിവർ ചെയ്യാൻ വന്നതാണെന്നുള്ളത്? നിനക്കറിയാമായിരുന്നോ? നിനക്കറിയില്ലായിരുന്നു. വീണ്ടും ആ പറയുന്ന ഓരോ ഭാഗങ്ങൾ വായിക്കുമ്പോഴത്തേക്ക് ഇവനാണ് ദൈവം എന്നുള്ളത് അറിഞ്ഞുകൊണ്ടല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മേരി പോലും കാര്യങ്ങൾ അവളുടെ ജീവിതത്തിൽ അവൾക്കറിയാമായിരുന്നു, ആ ദൈവിക സ്പർശനമൊക്കെ അറിയാമായിരുന്നു. But she could not understand. She didn't know that it is God. അത് അവിടെ വീണ്ടും വായിക്കുമ്പോൾ, Mary, did you know that your baby boy will give sight to a blind man? Mary, did you know that your baby boy will calm a storm with his hand? Did you know that your baby boy has walked where angels trod? When you kiss your little baby, you kiss the face of God. നീ അവന്റെ മുഖത്ത് ഉമ്മ വയ്ക്കുമ്പോൾ, ഈ കയ്യിലിരിക്കുന്ന കുഞ്ഞിനെ ഉമ്മ വയ്ക്കുമ്പോൾ നീ ഓർത്തോ ദൈവത്തിനാണ് നീ ഉമ്മ കൊടുക്കുന്നതെന്ന് നീ ഓർത്തോ? ഹല്ലേലൂയ. അതാണ് ജഡാവതരണം ചെയ്ത യേശുവിന്റെ പ്രത്യേകത. സർവചരാചരങ്ങളെയും സൃഷ്ടിച്ചവനായ ദൈവം ഒരു കൈക്കുഞ്ഞു പോലെ. അതിന്റെ അവസാനം പറയുന്ന കാര്യമാണ്, ഡിഡ് യു നോ ദാറ്റ് യുവർ ബേബി ബോയ് ഈസ് ഹെവൻസ് പെർഫെക്റ്റ് ലാംബ്? ദ സ്ലീപ്പിംഗ് ചൈൽഡ് യു ആർ ഹോൾഡിംഗ് ഈസ് ദ ഗ്രേറ്റ് ഐ ആം. നീ കയ്യിലെടുത്ത് ഉറക്കുന്ന ഈ കുഞ്ഞ് ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറഞ്ഞ ആ മഹാനായ ദൈവമാണെന്നുള്ളത് നിനക്കറിയായിരുന്നോ? ഹല്ലേലൂയ. മേരിക്ക് മാത്രമല്ല, പലസ്തീനിലൂടെ അവനെ കണ്ട ഓൾമോസ്റ്റ് ആർക്കും തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല, ഈസ് ദ ഗ്രേറ്റ് ഐ ആം. ഞാൻ ആകുന്നവൻ ഞാൻ ആകുന്നു എന്ന് അവർക്ക് ആർക്കും മനസ്സിലായില്ല. ഒരിക്കൽ യേശു പറഞ്ഞു, യഹോസാക്ഷികൾ പറയും യഹോവയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള ഒരു വാക്കും യേശു തനിയെ തന്നെ ഉപയോഗിച്ചിട്ടില്ല എന്ന്. അങ്ങനൊന്നും അല്ല. വേദോസം അറിയാൻ വയ്യാത്തവരെ കളിപ്പിക്കാൻ അവർക്ക് പറ്റുമായിരിക്കും, അല്ലേ? യോഹന്നാന്റെ സുവിശേഷത്തിൽ കൃത്യമായിട്ട് കർത്താവ് അബ്രഹാമിന്റെ സന്തതികളാണ് നിങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളിതൊന്നും പറയേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അവർ ചോദിക്കുന്നുണ്ട്, അതിന് നീ അബ്രഹാമിനെ കണ്ടിട്ടുണ്ടോ? നിനക്ക് 50 വയസ്സ് പോലും ആയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് തിരിച്ചു പറഞ്ഞ വാക്കെന്താണെന്നറിയാമോ? ബിഫോർ എബ്രഹാം ഐ ആം.
ഞാൻ ഉണ്ട് എന്ന് പറയുന്നത് ഐ ആം. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് പുറപ്പാട് പുസ്തകത്തിൽ ഐ ആം ഹു ഐ ആം എന്ന് പറഞ്ഞിരിക്കുന്ന വാക്കിന്റെ അതേ ഗ്രീക്ക് പദമാണ്. അവൻ പറഞ്ഞത് യെസ് ഐ ആം, ഞാനാകുന്നവൻ എന്ന് പറയുന്ന അതേ വാക്കാണ്. അത് യഹൂദന്മാർക്ക് മനസ്സിലായി, യഹോവ സാക്ഷികൾക്ക് മനസ്സിലായില്ല. യഹൂദന്മാർക്ക് മനസ്സിലായതുകൊണ്ട് താഴെ എഴുതിയിരിക്കുക അവനെ എറിയാൻ അവര് കല്ലെടുത്തെന്ന്. അവിടെ നേരെ താഴെ എഴുതിയിരിക്കുന്നത് അപ്പോൾ അവനെ എറിയാൻ അവര് കല്ലെടുത്തു. എന്തുകൊണ്ടാ? യഹോവയ്ക്ക് വേണ്ടി പറഞ്ഞ അതേ വാക്ക് അവൻ തനിക്ക് വേണ്ടി തന്നെ പറഞ്ഞു. അതുകൊണ്ട് യഹോവ സാക്ഷികൾ വരുമ്പോൾ ആരും പേടിക്കൊന്നും വേണ്ട. പിന്നെ അവരെ മാറ്റാനൊന്നും നമ്മൾ കാര്യം എന്നു വെച്ച് കഴിഞ്ഞാൽ അവർ ഡിസീവ്ഡ് ആണ്. അവർ വന്ന് അവർക്ക് ആകെപ്പാടെ ഒരു 12 വാക്യം വേദോസ്തത്തിൽ അറിയാം. ആ 12 വാക്യം തിരിച്ചും മറിച്ചും അവര് പറയുമെന്നുള്ളതേ ഉള്ളൂ. നമുക്ക് അത്രയും പോലും അറിയാൻ വയ്യാത്തവരാണെങ്കിൽ ചിലപ്പം വീണു പോയെന്നിരിക്കും, അത്രേ ഉള്ളൂ. അല്ലാതെ അവർ പറയുന്നതിനകത്ത് അർത്ഥമൊന്നുമില്ല. നോ, ഹീസ് ദ ഗ്രേറ്റ് ഐ ആം. അവനാണ് യഹോവ. അവനത് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ക്ലിയർലി ഹി ഹാസ് റിട്ടൺ. വളരെ ക്ലിയർ ആയിട്ട് കർത്താവ് പറഞ്ഞു യെസ് ഐ ആം. ബിഫോർ ഏബ്രഹാം ഐ ആം. ഞാൻ ഉണ്ടായിരുന്നെന്നല്ല, ഞാൻ ഉണ്ട്. കാര്യം ഉണ്ടായിരുന്നു എന്ന് പറയാൻ പറ്റത്തില്ല. കാര്യം അങ്ങനൊരു വാക്കില്ല. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടല്ലോ. അപ്പോൾ ജഡാവതരണം ചെയ്ത യേശു, ഹി ഈസ് ദ ഗ്രേറ്റ് ഐ ആം. അറ്റ് ദ സെയിം ടൈം ഹി എംപ്റ്റീഡ് ഹിംസെൽഫ്. അതാ ഞാൻ പറഞ്ഞത്, ദൈവത്തിന് നമ്മളോടുള്ള മഹാകരുണയാണ് ജഡാവതരണം എന്ന് നമ്മൾ മനസ്സിലാക്കണം. മഹാകരുണയാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ഈ ജഡത്തിൽ വെളിപ്പെട്ട യേശുവിനെ നമുക്ക് കെട്ടിപ്പിടിക്കാമായിരുന്നു. യോഹന്നാന് എപ്പോഴും he was very close to Jesus. അവൻ എപ്പോഴും എത്രയോ പ്രാവശ്യം അവന് കെട്ടിപ്പിടിക്കാം. അവന് ജഡത്തിൽ വെളിപ്പെട്ട യേശുവിനെ ഒന്ന് കെട്ടിപ്പിടിക്കാൻ എപ്പോഴും യോഹന്നാന് മോഹം ഉണ്ടായിരുന്നു. അവനൊരു പക്ഷേ എപ്പോഴും അങ്ങനെ തന്നെയൊക്കെ ചെയ്തിരുന്നു. യേശു അവനെ അനുവദിക്കുകയും ചെയ്തു. തൊടരുത്, ഞാൻ ഗ്രേറ്റ് ആയാമാണെന്നൊന്നും യേശു ഒരിക്കലും പറഞ്ഞ് മാറ്റി നിർത്തിയൊന്നുമില്ല. അതാണ് അവൻ എംപ്റ്റി ചെയ്തു എന്ന് പറയുന്നത്. അവൻ എംപ്റ്റി ചെയ്തു. അവന് കെട്ടിപ്പിടിക്കാം. കാര്യം ഇപ്പോൾ ദൈവം ശരീരത്തിൽ വെളിപ്പെട്ടിരിക്കുകയാണ്. ശരീരത്തിൽ. അതുകൊണ്ടാണ് അവൻ എന്ത് ചെയ്യാൻ പറ്റുന്നത്? കെട്ടിപ്പിടിക്കാൻ പറ്റുന്നത്. ഒരുപക്ഷെ യേശു അവനെയും കെട്ടിപ്പിടിച്ചു കാണും. ഈ അവന്റെ മാറോട് ചാരി എന്നൊക്കെ പറഞ്ഞ് ഞാൻ ചിന്തിക്കുന്നത് അവനെ അങ്ങ് കെട്ടിപ്പിടിച്ചപ്പോൾ അവനങ്ങ് അടുത്തോട്ട് അങ്ങ് പോയതായിരിക്കും. ആ ആലിംഗനത്തിന്റെ ആ ഒരു ഊഷ്മളതയിൽ അവൻ എന്ത് ചെയ്തു? ആ മുഖം അവന്റെ മാറിൽ ചാരിയിരുന്നവനായ യോഹന്നാൻ. അപ്പോൾ അങ്ങനെയുള്ള ആ യോഹന്നാൻ ഇപ്പോൾ അവൻ മഹത്വം തിരികെ പ്രാപിച്ചിരിക്കുന്ന യേശുവിന്റെ ദർശനം കാണുകയാണ്. അവൻ ഇതുവരെ കണ്ട യേശു അല്ല. വെളിപ്പാട് പുസ്തകത്തിൽ വരുമ്പോഴത്തേക്ക് അവൻ ആ മഹത്വം തിരികെ പ്രാപിച്ച, അതായത് ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ വേഷത്തിൽ ദാസരൂപം എടുത്ത് വേഷത്തിൽ മനുഷ്യനായി താഴോട്ട് ഇറങ്ങി വന്ന യേശു ഇപ്പോൾ എന്ത് ചെയ്യാണ്? മഹത്വം തിരികെ പ്രാപിക്കുക. ഭൂമിയിലോട്ട് ഇറങ്ങി വരാനൊന്ന് ഉരിഞ്ഞു വെച്ചെന്നുള്ളൂ. അവന്റെ മഹത്വം ഒന്ന് ഉരിഞ്ഞു വെച്ചേച്ച് അവൻ ഇങ്ങോട്ട് ഇറങ്ങി വന്നു. തിരിച്ചു ചെന്നപ്പോ എന്ത് ചെയ്തു? അവൻ ഉരിഞ്ഞു വെച്ച് ആ മഹത്വത്തിന്റെ ഉടുപ്പ് അവനെടുത്തിട്ടു. അപ്പോൾ അവൻ യഥാർത്ഥത്തിൽ ആരാണെന്നുള്ളത് അറിയണമെങ്കിൽ, ഞാൻ പറഞ്ഞത് ദൈവത്തിന്റെ സ്വഭാവം മനസ്സിലാക്കാൻ ജഡാവതരണം ചെയ്ത യേശുവിനെ കാണണം. പക്ഷേ യഥാർത്ഥത്തിൽ അവൻ ഗ്രേറ്റ് ആയാമാണെന്ന് അറിയണമെങ്കിൽ ഈ വെളിപ്പാടിലെ യേശുവിനെ നമ്മൾ കണ്ടേ പറ്റുള്ളൂ. അങ്ങനെ ഈ യേശുവിനെ, മഹത്വവാനായ യേശുവിനെ അവൻ കണ്ടു കഴിഞ്ഞപ്പോൾ അവൻ മരിച്ചവനെ പോലെ ആയിത്തീർന്നു. മറ്റൊരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം. ജഡത്തിൽ വെളിപ്പെട്ട യേശുവിനെ എല്ലാവർക്കും കാണാമായിരുന്നു. ജഡത്തിൽ വെളിപ്പെട്ട യേശുവിനെ കണ്ടത് ശിഷ്യന്മാര് മാത്രമല്ല. ആണോ? അല്ല, എല്ലാരും കണ്ടു. അവന്റെ ശിഷ്യന്മാർ മാത്രമല്ല, ആർക്കും കാണാമായിരുന്നു. അവൻ കുഷ്ഠരോഗികൾ അവനെ കണ്ടു, ചുങ്കക്കാരും പാപികളും അവനെ കണ്ടു. കാര്യം അവൻ എല്ലാവർക്കും ഒരുപോലെ അവന്റെ മഹത്വം ഉരിഞ്ഞു വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഹി വാസ് അക്സസിബിൾ ഫോർ എവറിബഡി. അവന്റെ ശിഷ്യന്മാര് മാത്രമല്ല, അവന്റെ എതിരാളികളായിരുന്ന അവനിൽ അവിശ്വസിക്കാതിരുന്ന അവിശ്വാസികളായ പള്ളിപ്രമാണിമാരും അവനെ കണ്ടു. കപടഭക്തന്മാരും പരീശന്മാരും അവനെ കണ്ടു. എന്തിന്? റോമൻ പടയാളികൾ അവനെ കണ്ടു. കാര്യം ജഡാവതരണം ചെയ്ത യേശുവിനെ ആർക്കും കാണാം.
കാര്യം പിന്നീട് മുന്നോട്ട് വായിക്കുമ്പോഴത്തേക്ക് നമ്മൾ വേദോസ്തവത്തില് നമ്മൾ കർത്താവിന്റെ കാര്യത്തില് അവനെ റോമൻ കടന്നു പോകുന്നവർ ഈ യേശുവിനെ കാണാൻ മാത്രമല്ല, അവനെ കാണാനും തൊടാനും മാത്രമല്ല, പിടിച്ചു കെട്ടാനും കരണത്തടിക്കാനും ക്രൂശിക്കാനും തുപ്പാനും ചാട്ടവാറ് കൊണ്ട് അടിക്കാനും എല്ലാം അവൻ നിന്നുകൊടുത്തു. ക്രൂശിക്കപ്പെടാൻ ഉൾപ്പെടെ അവനത് നിന്നുകൊടുത്തു. കാരണം ജഡാവതരണം ചെയ്ത യേശു ആ ദൈവത്തിന്റെ മഹത്വം ഉരിഞ്ഞു വെച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. മഹത്വവാനായ യേശുവിനെ ഇവർക്ക് തൊടാൻ പോലും പറ്റില്ല, കാണാനും പറ്റില്ല. പക്ഷെ ജഡാവതരണം ചെയ്ത യേശുവിനെ കാണാൻ മാത്രമല്ല, തൊടാൻ മാത്രമല്ല, ശത്രുക്കൾക്ക് ഉപദ്രവിക്കാനും പടയാളികൾക്ക് മുഖത്ത് തുപ്പാനും എല്ലാത്തിനും അവൻ എന്ത് ചെയ്തു? നിന്നുകൊടുത്തു. എന്നാൽ ഇപ്പോഴ് പത്മോസിൽ അവൻ ജഡത്തിലല്ല, അവൻ ആത്മാവാണ്. കർത്താവ്, നമ്മൾ 2 കൊരിന്ത്യർ 3-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് കർത്താവ് ആത്മാവാകുന്നു. അവൻ ആത്മാവായതുകൊണ്ട്, അതായത് ഇപ്പോൾ അവൻ ജഡാവതരണം ചെയ്ത യേശുവല്ല, മഹത്വം തിരികെ പ്രാപിച്ച കർത്താവായതുകൊണ്ട് ഇനി അവനെ കാണണമെങ്കിൽ ആത്മവിവശനായാലേ പറ്റൂ. അതുകൊണ്ടാണ് നമ്മള് അവിടെ 10-ാമത്തെ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. വിവശത എന്നുള്ള വാക്കൊന്നും പറയാനല്ല ഞാനിവിടെ നിൽക്കുന്നത്. ബട്ട് യു നോ, ഇഫ് യു വോണ്ട് ടു സീ ദ റിയൽ ഗാഡ്, ദി ഗ്ലോറിഫൈഡ് ക്രൈസ്റ്റ്, യു ക്യാൻ സീ ഹിം ഓൺലി ഇൻ സ്പിരിറ്റ്. ആത്മാവിലേ അവനെ കാണാൻ പറ്റൂ. പടയാളികൾക്ക് കാണാൻ കഴിയില്ല, എതിരാളികൾക്ക് കാണാൻ കഴിയില്ല, വിമർശകർക്ക് കാണാൻ കഴിയില്ല. ദൈവം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വരട്ടെ എന്ന് പറഞ്ഞാൽ ഉടനെ വരാൻ അവൻ ജഡാവതരണം ചെയ്ത ദൈവമല്ല, യേശു അല്ല. ഇപ്പോൾ അവൻ മഹത്വവാനായ കർത്താവായതുകൊണ്ട്, ആത്മാവാകുന്ന കർത്താവായതുകൊണ്ട് അവനെ കാണണമെങ്കിൽ ആത്മാവിലേ അവനെ കാണാൻ പറ്റുള്ളൂ. ശരീരത്തിൽ വസിച്ച യേശുവിനെ കാണുന്നതും ആത്മാവായ കർത്താവിനെ ആത്മവിവശതയിൽ കാണുന്നതും രണ്ട് കാഴ്ചയാണ്.